2 കൊരിന്ത്യർ 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? ക്രിസ്തുവിലുള്ളൊരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു. മതി 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 എല്ലാവരും പറഞ്ഞ പറുദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടോ ശരീരം കൂടാതെയോ എന്നറിയുന്നില്ല, പക്ഷെ പറുദീസയോളം എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ വിസിബിളായ ലോകത്തിൽ നിന്ന് അവൻ ഒരു അദർശ്യ ലോകത്തേക്ക് കയറി. ആമേൻ. ഈ വിസിബിളായ കാണുന്ന ലോകത്തിൽ നിന്ന് ഒരുത്തൻ അദർശ്യ ലോകത്തിലേക്ക് ട്രാവൽ ചെയ്തു. ആമേൻ. വിശ്വസിച്ചോ? ആമേൻ. അത് ഈ ബുദ്ധിയുടെ തലത്തിൽ നിന്ന ഒരുത്തൻ അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ. വിശ്വസിക്കുന്നുണ്ടോ? ഒരു ഹൈ റേഞ്ചിലേക്ക് കയറി. അവിടെ ഉച്ചരിച്ചു കൂടാത്ത അല്ലെങ്കിൽ പറയാൻ പറ്റാത്തത് അവൻ കേട്ടു. വായിച്ച ദേവസനെ മനുഷ്യന് ഉച്ചരിക്കാൻ പാടില്ലാത്തതും പറഞ്ഞു കൂടാത്തതുമായ വാക്കുകൾ അവൻ കേട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനൊരു റെലത്തിൽ പൗലോസ് കയറി. അല്ലേ? നമുക്കിവിടെ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്, അതെല്ലാം വന്നിട്ട് കയറാതിരിക്കുക. ഞാൻ പറയുന്ന അങ്ങനൊരു റെലമുണ്ട്. ആമേൻ. ശരീരത്തോടോ ശരീരം കൂടാതെയോ എന്ന് എനിക്ക് അറിയത്തില്ലെന്ന്. ഇതെങ്ങനെ ഇത് ആഗ്രഹിക്കുന്നവന്റെ മേൽ അത് തുറന്നു വരുമെന്ന്. പരിശുദ്ധാത്മാവാണ് ഇവനെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ മണിക്കൂറുകൾ ആത്മവിവശതയിൽ വീഴും. ആമേൻ. ഒരു ആമേൻ പറഞ്ഞേ. ആമേൻ. ഈ ആത്മവിവശത വെളിപ്പെടുമ്പോഴാണ് ഈ ആത്മാവിലുള്ള യാത്രകൾ സംഭവിക്കുന്നത്. അത് ഞാനൊരു കാര്യം പറയാം, അതിന് ഈ മസിൽ വിടുന്നവർക്ക് ഇത് പറ്റത്തുള്ളൂ. ആമേൻ. മസിൽ വിടുന്നവർക്ക് ഇത് പറ്റത്തുള്ളൂ. ആമേൻ. അസാധാരണമായ തലം ആത്മറലം അവന്റെ മുന്നിൽ തുറക്കപ്പെടും. അങ്ങനെ തുറക്കപ്പെടുന്നവന് ഇവിടത്തെ വിഷയങ്ങൾ വിഷയമേ അല്ല. ഒന്നുകൂടെ ഞാൻ പറയാം, സ്വർഗത്തിലെ ചില അല്ലെങ്കിൽ ആമി പറുദീസയിലെ ആ റലം കണ്ടവന് ഈ ലോകത്തിലെ താണ റലം കണ്ടാൽ അവൻ ഒന്നും തോന്നത്തില്ല. ഞാൻ അതിന്റെ ഒരു പ്രാരംഭമായ ഒരു കാര്യം പറയുകയാണ്. ആ റലത്തിലേക്ക് എൻട്രി ചെയ്യാൻ ആമേൻ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ എന്നെ പ്രാക്ടീസ് ചെയ്യിക്കുന്ന ഒരു തലം ഞാൻ പറയുകയാണ്. ഇതുവരെ ഞാൻ അനുഭവിക്കാത്തൊരു തലത്തിലേക്ക് എന്നെ ആമേൻ പ്രാക്ടീസ് ചെയ്യിക്കുന്ന. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ആദ്യം നിന്റെ ബുദ്ധിയുടെ തലങ്ങൾ ഓഫ് ചെയ്തിട്ട് ആദ്യം നീ ആമേൻ പ്രൈസ് ദി ലോർഡ് ആമേൻ ബുദ്ധിയുടെ തലത്തെ ആമേൻ ഓഫ് ചെയ്തിട്ട് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അങ്ങനെ വിശ്വസിക്കുകയും അതിനെ പ്രാപിക്കുകയും ചെയ്യാൻ ഒരാത്മാവിൽ ഒരു എരിവുണ്ടാകട്ടെ. ശരീരത്തോടോ ശരീരം കൂടാതെയോ എന്ന് എനിക്കറിയത്തില്ല. ആമീൻ. മനുഷ്യന് ഉച്ചരിച്ചു കൂടാത്ത വാക്കുകൾ ഞാൻ അവിടെ കേട്ടു. ഇന്നും പകലിൽ ഈ ലോകത്തിന്റെ ശബ്ദം നിന്നെ തളർത്തും. പക്ഷേ നീ ആത്മമണ്ഡലത്തിൽ കയറിയാൽ ഈ പകലിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ആത്മവിവശതയിലാണ് അഭിഷിക്തന്മാരെല്ലാം ഈ യാത്ര ചെയ്തിട്ടുള്ളൂ. ഇന്നും പകലിൽ വിശ്വസിക്കുന്നവന്റെ മേൽ ദൈവം അങ്ങനെ തീയതിനെ ചെയ്യാൻ ആഗ്രഹിക്കുക. എഴുന്നേറ്റ് വരുമ്പോ നീ സ്വർഗീയ ദർശനം പ്രാപിച്ച് നീ എഴുന്നേറ്റ് വരുമ്പോ താണറലത്തിന്റെ ചിന്തയല്ല, ഉയരത്തിലുള്ളത് ജനത പറയുമ്പോ
ശബഹസഭ. അതിന് അവനെ ഇരുന്നേ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കും. ഒരു കാര്യം പ്രാരംഭ സ്റ്റെപ്പാണ്. ഈ പ്രാരംഭ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിന്റെ സംശയവും ആമേൻ നിന്റെ ബുദ്ധിയുടെ ചിന്തകളും ഒക്കെ ഓഫ് ചെയ്യുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനിയിപ്പം ആത്മവിവശതയെ വിമർശിക്കുന്നതാണെങ്കിൽ ഞാൻ നിന്നോട് വിളിച്ചു പറയുന്നു, നിനക്ക് ഒരിക്കലും ഈ ആത്മമണ്ഡലത്തിൽ കയറാനേ പറ്റത്തില്ല. ഒന്ന് പറഞ്ഞാവൂ. ഞാൻ ഈ ഒരു അമ്മ പത്രോസ് വിശന്ന് താന് മുകളിലിരിക്കുക, വിശന്നിട്ട് ഒരു തരവും പോയില്ല. അമ്മേൻ വെൺമാടത്തിലിരിക്കുമ്പോ വിശന്നിട്ടിരിക്കുക. ഒരു ആത്മവിവശത അവന്റെ ജീവിതത്തിൽ വന്നു. ഇവിടെ പൊട്ടി വീണത് അവന്റെ ജീവിതത്തിനകത്തെ ചില മതിലുകളെ തമ്പുരാൻ പൊളിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ആമീൻ. ഒരു വിവശത വെളിപ്പെട്ട് വന്നപ്പോ ഇതുവരെയുള്ള മൈൻഡ് സെറ്റുമായിട്ടല്ല അവൻ എഴുന്നേറ്റ് വന്നത്. അതുവരെയുള്ള പത്രോസിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. ആത്മവിവശത അവനെ അടുത്ത തലത്തിലേക്ക് കയറ്റി. The name of Jesus. Amen. ആമേൻ. ഈ വിവശത വെളിപ്പെടുന്നതിന് മുമ്പ് അവന് ചിലതൊക്കെ അശുദ്ധമായിരുന്നു. പക്ഷേ ഈ വിവശത വെളിപ്പെട്ട് വന്നപ്പോ ആ മൈൻഡ് സെറ്റ് തന്നെ പൊളിഞ്ഞു പോയി. ഇത് ഞാൻ വിളിച്ചു പറയുന്നു, ഇതാണ് ദൈവരാജ്യത്തിന്റെ മൈൻഡ് സെറ്റ്. ഇതാണ് അടുത്തിരിക്കുന്ന ആളെ തട്ടിപ്പറ. വിവശത ഇല്ലാത്തതാണ് ഈ പ്രശ്നം എന്ന് പറ. നീ വിവശത വീഴുന്നുണ്ട്, പക്ഷേ പരിശുദ്ധാത്മാവിന്റെ വിവശതയല്ല, വേറെ ഏതോ ഒരു വിവശതയുണ്ട്. അത് വീണിട്ട് എഴുന്നേറ്റ് വരുന്നവന് മുഴുവനും ചോദ്യങ്ങളാണ്, അവന് മുഴുവനും പരാതികളാണ്. ഇന്ന് പകലിൽ ഏതാത്മാവിലാണെന്ന് ഈ പകൽ വിവേചിക്കണം. നീ ഇന്ന് പകൽ നീ ഏതാത്മാവിലാ സംസാരിക്കുന്നത്, നീ ഏതാത്മാവിലാ കാണുന്നത്, നീ ഏതാത്മാവിലാണ് ചലിക്കുന്നത്. The name പറഞ്ഞ അടുത്തിരിക്കുന്ന ആളെ തട്ടി പറ, നിങ്ങളുടെ അകത്തെ ആത്മാവ് എന്റെ അകത്തെ ആത്മാവ് ഒരേ ആത്മാവ്. ഈ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചെറുകെ ദഹിച്ചാ മതി. കരമുയർത്തി കർത്താവെന്ന് പറഞ്ഞാട്ടെ. അപ്പം ആത്മവിവശത ഒരുവന്റെ ജീവിതത്തിൽ വരുമ്പോൾ ആത്മമണ്ഡലം അവന്റെ മുന്നിൽ തുറക്കപ്പെടും. ഇതുവരെ അവന്റെ ചിന്തകളായിരുന്നു. യേശുവിനോട് കൂടെ നടന്ന ആളല്ലേ അല്ലേ? പക്ഷെ കാഴ്ചപ്പാട് വ്യത്യാസമുണ്ടോ? ഉണ്ടോ? പരിശുദ്ധാത്മാവ് പറയും, കുഞ്ഞെ പഠിപ്പിച്ചപ്പം നീ ശരിക്കിരുന്ന് കേൾക്കണമായിരുന്നു. അങ്ങനെ അല്ല പറഞ്ഞത് തമ്പുരാൻ പറഞ്ഞ് ഇങ്ങനെയാണെന്ന് പരിശുദ്ധാത്മാവെ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. യേശുവിനെ കൂടെ നടന്നാന്ന് പറഞ്ഞ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അവൻ ഒരുമിച്ച് ക്ലാസ് കൊടുത്തതാ, ഒരുമിച്ച് ഉപമകൾ പറഞ്ഞു കൊടുത്തതാ, ഇതെല്ലാം പറഞ്ഞു കൊടുത്തവരാ. പക്ഷേ ഞാൻ എപ്പോഴും പറയും, ഞാൻ മർത്തോമയിൽ നിന്ന് വന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ എന്റെ കാഴ്ചപ്പാട് മർത്തോമക്കാരന്റെ കൂട്ട് കേട്ടാൽ പറ്റുമോ? അടുത്തിരിക്കുന്ന തട്ടിപ്പറ സെയിം സ്പിരിറ്റ്. ദൈവത്തിന്റെ അതേ ആത്മാവ് ഡീഗ്രേഡ് ചെയ്തൊരു ആത്മാവല്ല എന്റെ അകത്തിരിക്കുന്നത്. ദൈവത്തിന്റെ സെയിം സ്പിരിറ്റ് എന്റെ അകത്ത് നിങ്ങളിലേക്ക് വന്നപ്പോൾ ഡീഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടില്ല. ദൈവത്തിന്റെ അതേ ആത്മാവ് എന്ന് പറഞ്ഞാൽ അത്യുന്നത ശക്തി എന്നാണ് പറയുന്നത്. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, അത്യുന്നത ശക്തി എന്നാണ് യഥാർത്ഥ പരിഭാഷ. അത്യുന്നത ശക്തി പറഞ്ഞേ, അതേ സെയിം സ്പിരിറ്റ്. ദൈവത്തിന് അതേ ആത്മാവുമായിട്ടാണോ ഈ കരഞ്ഞത്? ദൈവത്തിന്റെ അതേ ആത്മാവുമായിട്ടാണോ ഇത്ര പിറുപിറുത്തത്? അടുത്തിരിക്കും തട്ടി ചോദിച്ചേ, ഏത് ആത്മാവിലാണ് ചോദിച്ചേ? ഇതൊരു ആത്മലോകമാണ്. പറഞ്ഞേ, ആത്മലോകം. ദൈവത്തിന് വചനം പറയുന്നത് എല്ലാം സ്പിരിറ്റാണ് കൈകാര്യം ചെയ്യുന്നത്. സന്തോഷത്തിന്റെ ആത്മാവ്,
സമൃദ്ധിയുടെ ആത്മാവ്, സ്നേഹത്തിന്റെ ആത്മാവ്, ഇവിടെ എല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്നത് സ്പിരിറ്റാണ്. ഓ, വരുന്നില്ല നിങ്ങൾ എൻ്റെ ഇവിടെ? ഞാനിതിവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഇത് ഹൈ റേഞ്ച് റെലവാണല്ലോ എന്ന് വിചാരിച്ചിട്ടാ. സാധാരണ ഒരിടത്ത് പോയാൽ ഞാനിത് പറയാൻ സാധ്യതയില്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാം സ്പിരിറ്റാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സന്തോഷത്തിന്റെ, സ്നേഹത്തിന്റെ എല്ലാം ആത്മാവാകുന്നു. എന്താ, ഇവിടെ എല്ലാം ആത്മാവാണ് കൈകാര്യം ചെയ്യുന്നത്. ആമേൻ, പ്രൈസ് അല്ല. ഈ ലോകത്തിന് ഓപ്പോസിറ്റ് മറ്റൊരു ലോകം, അവിടെയും സ്പിരിറ്റാണ് ലോകത്തെ നിയന്ത്രിക്കുന്ന. അസൂയയുടെ ആത്മാവ്, പകയുടെ ആത്മാവ്. അടുത്തിരിക്കും തട്ടി ചോദിച്ചു, ഏത് സ്പിരിറ്റ്? എല്ലാരും സ്പിരിറ്റിലാ, എല്ലാരും ആത്മാവിലാ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഏത് ആത്മാവിലാകുന്നു നീ? ഇത് അടുത്തിരിക്കുന്നവരോടല്ല ചോദിക്കണ്ട്, സ്വന്തം തലയിലോട്ട് തട്ടിയിട്ട് ചോദിക്കണം, ഏത് ആത്മാവിലാകുന്നു നീ? ഇടയ്ക്കൊക്കെ ചോദിക്കണം, വല്ലാത്ത പ്രൗഡും ഒക്കെ വരുമ്പോ തട്ടിയിട്ട് ചോദിക്കണം, ഏത് എന്ത് വാടേന്ന് ചോദിച്ചു. മസിലൊക്കെ വിട്, അങ്ങ് വിട്. എന്നിട്ട് പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കത്തക്കവണ്ണം, പരിശുദ്ധാത്മാവിന്റെ ആയുധമാക്കത്തക്കവണ്ണം ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. ആമേൻ. എനിക്ക് ഈ ദിവസങ്ങളിലൊക്കെ ദൈവം പല കാര്യങ്ങളെയും പൊട്ടിച്ചു കളയുക. അപ്പൊ 23-24 വർഷമായി കർത്താവിന്റെ വേലയിലായിട്ട്. ഇത്രയും നാളും കർത്താവിന്റെ വേലയിലായിരുന്നു. പക്ഷെ ഇതുപോലെ ഒരു പൊട്ടീരുകൾ എന്റെ ജീവിതത്തിൽ ഈയിടെ ആണ് സംഭവിക്കുന്നത്. എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിനുമായി കൂടുതൽ സമയം യഥാർത്ഥമായി ചിലവഴിക്കാൻ തുടങ്ങുന്നു. അതാ കാര്യം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് വർഷങ്ങൾ പ്രസംഗിക്കാം അല്ലേ? പക്ഷേ ഇത് പരിശുദ്ധാത്മാവുമായി ഇതൊരു വലിയ ജീവിതമാണ്, ലൈഫാണ്. ആമേൻ. കരമുയർത്തി കർത്താവ് നന്ദി പറഞ്ഞു. അപ്പം ഒരു വിവശത വന്ന ആത്മാവിന്റെ വിവശത വെളിപ്പെട്ട് വന്നാൽ പല കാഴ്ചപ്പാടുകളും ചേഞ്ച് ആകും എന്ന് പറഞ്ഞാൽ ഒരു എൻകൗണ്ടർ ഉണ്ടാകണം. എൻകൗണ്ടർ ഇല്ലെങ്കിൽ എന്താ കാര്യം എന്നറിയാം. ഇപ്പം യേശു നിങ്ങൾ ഏതൊരു ഒരു വലിയ സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. ദൈവം കർത്താവ് നിന്നെ അതിനകത്ത് പുറത്തു കൊണ്ടുവന്നു. അങ്ങനത്തെ ഒരു കാര്യം കൊണ്ട് കൂടി വന്ന ഒരു 5-6 മാസം നിനക്ക് കത്തി ഓടാൻ പറ്റും. കാര്യം ഇല്ലേ? കർത്താവ് ഒരു വലിയ വിടുതൽ ചെയ്തു. അതിൻ്റെ സാക്ഷ്യമായിട്ട് നിനക്കൊരു വർഷം വേണം പോയെന്ന് വരാം. പക്ഷേ നിന്റെ ജീവിത അവസാനത്തോളം നിന്നെ കത്തിച്ചു കൊണ്ടുപോകണമെങ്കിൽ നീ സ്വയമേ പ്രാർത്ഥനാ മുറിയിൽ ഒരു എൻകൗണ്ടർ നിന്റെ ജീവിതത്തിൽ നിനക്ക് സംഭവിച്ചിരിക്കണം. ഇല്ല, തളർന്നു പോകുമെന്ന്. രോഗം സൗഖ്യമായി, അത് സത്യമാ, ദൈവം അത് ചെയ്യും. പക്ഷേ അതിനപ്പുറത്ത് അത് നിന്നെ ആ റലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ഒരു പടിയാണ്. പക്ഷെ നീ ആത്മമണ്ഡലത്തിൽ കയറണം. ആമേൻ. തട്ടി പറഞ്ഞേ. ഈ സാധാരണ റലത്തിലൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങൾ, ഈ സാധാരണ റലമാണ് ഈ രോഗി സൗഖ്യമാകുന്നത്. ആമേൻ. ഭൂതങ്ങൾ പോവും. ഇതൊക്കെ ഒരു സാധാരണ ആത്മറലമാണ്. അത് ഈ മണ്ഡലത്തിൽ, ദൃശ്യമണ്ഡലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാ. ഒരു ദൈവദാസനിൽ കൂടെ, ഒരു കർത്താവിൽ വിശ്വസിക്കുന്ന ഒരുവനിൽ കൂടെ സംഭവിക്കുന്ന കാര്യങ്ങളാ. ആമേൻ, ആമേൻ. വർഷങ്ങളോ അറിഞ്ഞ് ഇന്ന് രക്ഷിക്കപ്പെട്ടവന്റെ ജീവിതത്തിൽ കൂടെയും അത് സംഭവിച്ചിരിക്കും. ആര് വിശ്വസിക്കുമോ അവരുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിരിക്കും. ആര് വിശ്വസിക്കുമോ അവരുടെ കരത്തിൽ കൂടെ അത് സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ സംഭവിക്കോ? ഇന്ന് രക്ഷിക്കപ്പെട്ടു വന്നു, അവൻ വേറൊരാളുടെ കൈ വെച്ച് പ്രാർത്ഥിച്ച സൗഖ്യം ഉണ്ടാവുമോ? അവൻ വിശ്വസിച്ചു, അവൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നടക്കുമോ? എന്തോ നടക്കുവോ? സംഭവിക്കും. രക്ഷിക്കപ്പെട്ട അന്ന് തന്നെ സംഭവിക്കും. പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഒരു എൻകൗണ്ടർ, ഒറ്റയടി. രോഗം സൗഖ്യമാക്കി വന്നതല്ല, ഒരു എൻകൗണ്ടർ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു.
ദൈവം ചില എൻകൗണ്ടർ രോഗസൗഖ്യത്തിൽ കൂടെ ദൈവം ചെയ്യും. ഇല്ലെന്നല്ല പറഞ്ഞത്, ചില എൻകൗണ്ടറുകൾ അത് സൗഖ്യമായിട്ട് വരും. അത് വചനം അങ്ങനെ ഉറപ്പിക്കുന്നു. പക്ഷേ നീ ദൈവവുമായി വ്യക്തിപരമായ ഒരു എൻകൗണ്ടർ വേണം. എനിക്കറിയാം ചിലരൊക്കെ നിൽക്കുന്ന ആ എൻകൗണ്ടർ കൊണ്ടാ, ദൈവം അങ്ങനെ സ്പർശിച്ചതുകൊണ്ടാ, ആ വ്യക്തിപരമായ ഇടപെടൽ കൊണ്ടാ. ആമേൻ. ഞാൻ പറയുന്നു, ആ ഒരു റലം ഓപ്പണായി വരണമെങ്കിൽ നീ സാധാരണ റലത്തിൽ നിന്ന് ആമേൻ ആത്മമണ്ഡലത്തിലേക്ക് കയറ്. ആമേൻ. പറഞ്ഞേ, ഒരു എൻകൗണ്ടർ സംഭവിക്കണം. ഞാൻ ചോദിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എൻകൗണ്ടർ സംഭവിച്ചിട്ട് എത്ര വർഷമായി? ചോദിച്ചേ ഒന്ന് ചോദിച്ചോ, ഒരു കുഴപ്പമില്ലെന്ന്. എത്ര വർഷമായും ചോദിച്ചേ. നമ്മള് എപ്പോഴും എന്ത് ചെയ്യുന്നു, കഴിഞ്ഞ വർഷത്തിന്റെ കണക്കൊക്കെ ഞാൻ പറയും. ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്ന്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ കിടക്കുമ്പം ആമേൻ ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ട് ഒരു സന്ദേശം ഞാൻ കേട്ടോണ്ടിരുന്നു. ആമേൻ. കണ്ണ് തുറന്നിട്ടും ആ ശബ്ദം എൻ്റെ ചെവിയിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ അനങ്ങാതെ കിടന്നു. അനങ്ങിയാൽ ഇത് നിന്ന് പോകുമോ എന്ന് വിചാരിച്ച് അനങ്ങാതെ കിടന്നു. ഞാൻ ഈ സാധനം തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ദൈവം പറയുന്ന ഓരോ സെക്കൻഡും ആ അനുഭവത്തിൽ കൂടെ നയിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാ. ഇന്നലകളെ കഥ നിർത്ത. ഈ ഇന്നലത്തെ കഞ്ഞി അല്ല ഇന്നലത്തെ ചോറിന് ഇന്ന് എന്താ പറയുന്നത്? ഒന്ന് മുറുക്കെ പറഞ്ഞേ. അപ്പൊ ഇന്നലെ അത് ചോറല്ലായിരുന്നു, ഇന്നെന്താ അത്? എടാ കുഞ്ഞ പഴയതായടാ, നിർത്ത്. പുതിയത് എന്തെങ്കിലും ഉണ്ടോ പറ. ഇത് ആത്മറലത്തിൽ കയറണം. വർഷത്തിന് മുമ്പ് നീ രക്ഷിക്കപ്പെട്ട അനുഭവം പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇതൊരു സൂപ്പർ നാച്ചുറൽ റലം. അതിനകത്ത് കയറണം. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു. എന്റെ സിസ്റ്ററിന് ഒരടിയും ഒരു തലോടലും, ഒരു അടിയും ഒരു തലോടലും. ഇതാണ് പ്രവാചകന്മാർ ചെയ്യുന്നത്. അടിക്കുക, തലോടുക, അവന്റെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുക. അപ്പൊ അടിയുണ്ട് അല്ലേ? അടിയുണ്ട്. അടിയുണ്ടോ? ഉണ്ടെന്നേ. കരമുയർത്തി കർത്താവെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞൊരു എൻകൗണ്ടർ വേണം. അതിന് നമ്മുടെ ഈ ബുദ്ധിയുടെ തല എല്ലാം പൊട്ടണം. അങ്ങനെ പൊട്ടണം. എന്നിട്ട് ആഗ്രഹിക്കണം. ഈ ബോഡിയുടെ പിടുത്തമൊക്കെ വിടണം. എന്നിട്ട് പരിശുദ്ധാത്മാവിനെ തൊടണവേ എന്നൊന്ന് പറയണം. അങ്ങനെ പറയുമ്പം ആ വ്യക്തി ഇങ്ങനെ ഇറങ്ങി വരുമെന്ന്. ഞാൻ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്. കാര്യം അതെൻ്റെ ജീവിതത്തിനകത്ത് ആഴത്തിൽ ഇങ്ങനെ ഇടപെടുകയാണ്. അതുകൊണ്ട് ഈ സന്ദേശം ഈ വേറെ എന്തെങ്കിലും പറഞ്ഞാലും ഇപ്പം ഞാൻ അവിടെ ചെന്നങ്ങ് നിൽക്കുക. ഹല്ലേലൂയ. അവനൊരു എൻകൗണ്ടർ വേണം. പറഞ്ഞേ, ഒരു എൻകൗണ്ടർ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ ആത്മവിവശത എന്ന് പറഞ്ഞ ആത്മവിവശത, അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ബൈബിൾ നമ്മൾ കാണുന്നു, പക്ഷെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കിതൊന്നും അനുഭവിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു റലമുണ്ട്. ആ റലത്തിൽ ചെല്ലുമ്പോഴാണ് വേറെ ഒരിടത്തിലും സംഭവിച്ചില്ല. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഇത് സംഭവിക്കണം. അത് അനുഭവിക്കണം. അപ്പോഴാണ് സ്പിരിറ്റ് യാത്ര ചെയ്യുന്നത്. എന്താണ് പൗലോസ് പറയുന്നു? ഞങ്ങൾ ശരീരത്തോടോ ശരീരം കൂടാതെയോ എന്നറിയുന്നില്ല. ഈ ശരീരത്തിൽ നിന്ന് സ്പിരിറ്റ് യാത്ര ചെയ്യും. ആമേൻ. ഒരു ആത്മാവെല്ലാം ഞാൻ പറയാം. നമ്മുടെ ശരീരം 3, അതെ, ദേഹം, ദേഹി, ആത്മാവ് അല്ലേ? ഈ മൂന്ന് പേരുടെയും ഇടപെടൽ നമുക്ക് വ്യക്തിപരമായി അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ?
ഇങ്ങനെ ഡ്രൈ ആംഗിളായിട്ട് അല്ല ഇങ്ങനെ ത്രികോണമായിട്ട് ഇത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. സ്പിരിറ്റ് സംസാരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആമേൻ. നമ്മുടെ സോൾ നമ്മോട് ഇടപെടുന്ന മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ബോഡി നമ്മോട് സംസാരിക്കുന്ന കാണാൻ കഴിയും. ഇങ്ങനെ ഒരു റലമുണ്ട്. അത് ആദ്യത്തെ സ്റ്റെപ്പാ. ഇപ്പം പല ശബ്ദങ്ങളും നമ്മൾ ആത്മാവിലെ ശബ്ദമാണെന്ന് പറയുക അല്ലേ? പല ശബ്ദങ്ങളും നമുക്ക് ചിലപ്പം ചില ഈ സ്പിരിറ്റ് ഈ സോള് പറയുന്ന കാര്യമുണ്ട്. സോൾ എപ്പോഴും നമ്മുടെ വ്യക്തിത്വമാണ്. നമ്മൾ പരമായി ഏറ്റവും അടുത്ത കാര്യങ്ങളെ സംസാരിക്കാറുള്ളൂ. ഇപ്പൊ സോള് പറയുന്ന കേട്ട് യാത്ര ചെയ്താൽ ഒരിക്കലും ഒരുത്തൻ ആത്മറലത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. സോള് പറയും, അയ്യോ അച്ഛനെ നോക്കി ചിരിക്കണ്ട, നിന്റെ ഫോൺ എടുക്കാത്തവനാണ്. കാര്യം മെമ്മറീസ് അവിടെ കിടക്കുന്നത്. അങ്ങനെ സംസാരിച്ചിട്ടില്ലേ? ഇത് സോള് പറയ, ഇത് കേക്കല്ലേ, തട്ടി പറ, അത് കേക്കല്ലെന്ന് പറ. അപ്പൊ അത് ആത്മാവല്ല അല്ലേ? അത് നമ്മുടെ സോള് നമ്മോട് സംസാരിക്കുന്ന. ഇനി പിശാച് സംസാരിക്കുന്ന എങ്ങനാ? പിശാച് നിങ്ങളെ മാറ്റി നിർത്തി നിങ്ങളെ കുറ്റപ്പെടുത്തിയല്ല പറയുന്നത്, നിങ്ങളെ അങ്ങോട്ട് ചോർത്ത് പിടിക്കും. എന്നിട്ട് നിങ്ങളെ അങ്ങോട്ട് ചോർത്ത് പിടിച്ചിട്ട് എങ്കിലും നിന്നോട് ഇത് പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചേ ഇല്ല. എത്ര നാളായി. ശരിയാ, ഞാൻ എത്രക്ക് സഹായം ചെയ്തിട്ടുണ്ട്, അവൾ എന്നോട് ഇത് പറയാമോ? ഇതാ ഇപ്പൊ ഏത് ആത്മാവിലാ? നിന്നോട് പറഞ്ഞത് പിശാചാ. നിന്റെ ആത്മാവ് നിന്നോട് പറയും, അവൾ ഇതൊക്കെ ചെയ്താലും സാരമില്ല, നീ ക്ഷമിക്കേ. ഇത് ആത്മാവാ. ഞാൻ പറയുന്നു, ആത്മരലത്തിൽ സഞ്ചരിക്കേ. കൈയടിക്കോ, എഴുന്നേക്കോ, പ്രാർത്ഥിക്കോ, ഉരുളോ, ഇതൊക്കെ ഒരു റലമാണ്. ഈ റലത്തിൽ തന്നെ നിൽക്കരുത്. ഈ റലത്തിന്റെ ആഴങ്ങളിലേക്ക് കടക്കണം. അവിടെ ആത്മാവിൽ സംസാരിച്ചു തുടങ്ങണം, ആത്മാവിൽ പറഞ്ഞു തുടങ്ങണം. നിന്റെ ഇമോഷനൊക്കെ വരാം, പക്ഷേ അതിനെയൊക്കെ നമ്മളൊക്കെ വികാരങ്ങളുള്ളവരാണ്. പക്ഷെ അതിനെയൊക്കെ ആത്മാവിൽ ചവിട്ടി പിടിക്കണം. എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ അമർത്തി പിടിച്ച് ചവിട്ടി നിൽക്കുന്നത് പോലെ നിന്റെ വികാരങ്ങളെ ആത്മാവിൽ ചവിട്ടി നിർത്തണം. എന്നിട്ട് അതിനപ്പുറത്തു കയറണം. നിന്റെ വികാരങ്ങളിലല്ല സംസാരിക്കേണ്ടത്, വികാരങ്ങളിലല്ല ഇടപെടേണ്ടത്, ആത്മാവിൽ. പറഞ്ഞേ, ആത്മാവിൽ, 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 ആത്മാവിൽ. ഈ താണറലം, അതിനെ കുറിച്ചൊന്ന് പറയാം. ഈ താണറലം എങ്ങനെയാന്ന് ചോദിച്ചാൽ, സോശാമാമ എന്നെ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ വിളിക്കാറുണ്ട്. അതുകൊണ്ട് ഞാനും പോകുമ്പോൾ സോശാമാമയെ വിളിക്കും. അപ്പുറത്തെ നിന്റെ അടുത്തുള്ള ആ മറിയാമ്മച്ചി എന്നാ നീ വിളിക്കാത്ത? ഞാൻ പോകുമ്പോ, അമ്മാമ്മ പോകുമ്പോ എന്നെ വിളിക്കാറില്ല. ഇപ്പൊ വചനം പറയുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നവരെ തന്നെ സ്നേഹിച്ചാൽ എന്തു പ്രയോജനം, അങ്ങനെ തന്നെ ജാതികളും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഈ ജാതികൾ എന്ന് പറയുന്നിടത്തെല്ലാം നേഷൻസ് എന്നല്ല, രാജ്യങ്ങളെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് പറയാം? നിങ്ങളെ സ്നേഹിക്കുന്നവരെ തന്നെ സ്നേഹിച്ചാൽ എന്തു പ്രയോജനം, അങ്ങനെ തന്നെ ലോകക്കാരും ചെയ്യുന്നു. അയ്യോ, എൻ്റെ മോടെ കല്യാണത്തിന് വന്നു, ഞാനും പോയി. ലോകക്കാരാ. ഇതിനപ്പുറത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ മോടെ കല്യാണത്തിന് വന്നില്ല, അവിടെ മോടെ കല്യാണം വിളിച്ചു, നിങ്ങൾ പോവോ? പോകണം. എന്നാലേ നിങ്ങൾ ഈ ലോകക്കാരല്ലെന്ന് പറയത്തുള്ളൂ. കാര്യം ഇന്ന് ലോകക്കാരെയും ആമേൻ നമ്മളെയും കണ്ടാൽ തിരിച്ചറിയത്തില്ല. തിരിച്ചറിയാനുള്ള കുറെ സൈനൊക്കെ ഉണ്ട്. അത് മാത്രം കണ്ടിട്ട് ഇവര് ഇന്ന ആൾക്കാരാന്ന് പറയും. ഇനി അതും കൂടി ഇല്ലായിരുന്ന എന്തോ ചെയ്തേനെ. ഇല്ലേ? ഇതിപ്പോ അങ്ങനെ ഒരു സൈനും കൂടെ പറയാനില്ല ഇപ്പോ, അല്ലേ? അപ്പൊ നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ പറയണം.
ഈ ലോകത്തിന്റെ സൈനൊന്നും അല്ല വേണ്ടത്. ഞാൻ പറയുന്നു, നീ കമ്മലൂരുവോ കമ്മലിടുകയോ അല്ല വിഷയം. പക്ഷെ നിന്നെ കണ്ടാൽ നിന്റെ അയൽവക്കക്കാര് പറയണം, നിന്നെ കണ്ടാൽ നിന്റെ സഹോദരങ്ങൾ പറയണം, ഇവിടെ മേൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഇവൾ ദൈവത്തിന്റെ മകളാണ്. ഇന്ന് പകൽ തീരുമാനിച്ചോ, നിന്നെ വിളിക്കാത്തവരെ വിളിക്കാൻ തീരുമാനിച്ചോ? ഇന്ന് പകൽ നിന്നെ മാറ്റി നിർത്തി വരെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ തീരുമാനിച്ചോ? നിനക്കെതിരെ പകച്ചവരെ നീ സ്നേഹം കൊണ്ട് മൂടാൻ തീരുമാനിച്ചു. ആമേൻ. നിനക്കൊരു കാര്യം ചോദിച്ച് തരാത്തവരുടെ ജീവിതത്തിൽ ഒരു സമ്മാനം കൊടുക്കാൻ നീ തയ്യാറാക്. ഈ പകൽ ഞാൻ പറയുന്നു, നീ സാധാരണ റലത്തിലല്ലോ, നീ ആത്മമണ്ഡലത്തിലാകുന്നു. പിശാച് ചിലതിനെ കുരുക്കിയിട്ടിട്ട് ആത്മലരം കൈകാര്യം ചെയ്യാതെ വണ്ണോ ആമീൻ ചിലതിനെ ഇന്നലകളിലെ ശക്തി കൊണ്ട് ആമീൻ നടത്തുന്ന ഒരു റലമുണ്ട്. അതിന് ഞങ്ങൾ ബ്രേക്ക് ചെയ്യുക. നീ ചെയ്യുന്ന കാര്യത്തിൽ എല്ലാത്തിനും അതൊരു നിഷ്കളങ്കത വെളിപ്പെട്ട് വന്നാൽ സ്വർഗം അതിനകത്ത് ഇറങ്ങി വരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. സ്വർഗം നിന്റെ കൂടെ യാത്ര ചെയ്യുമെന്ന്. സ്വർഗം പറയും, ഇവളെന്റെ മകളാണെന്ന് പറയുമെന്ന്. ആരൊക്കെ നീ എന്റെ മകളല്ലെന്ന് പറഞ്ഞാലും, നീ എന്റെ ചർച്ചക്കാരല്ലെന്ന് പറഞ്ഞാലും സ്വർഗം ഒരിക്കലും പറയത്തില്ല. സ്വർഗം എപ്പോഴും അതിനെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇവൾ എന്റെ മകൾ, പ്രിയ മകൾ, പ്രിയ മകൾ, പ്രിയ മകൾ, പ്രിയ മകൾ, പ്രിയ മകൾ, പ്രിയ മകൾ. ഈ 3 വർഷമായി പിണങ്ങിയിരിക്കുന്നവരുണ്ടോ? 3 വർഷമായി, 3 മാസമായി, 20 വർഷമായി? ഉണ്ട്. ഇതിനകത്ത് എല്ലാരും ഉണ്ട്. ഈ പറഞ്ഞ സംഖ്യ എല്ലാം ഉണ്ട്. ഇന്ന് അതിനെ ഒന്ന് ഉടയ്ക്കാൻ തയ്യാറാക്കി നിന്റെ ജീവിതം മാറും. വാഗ്ദത്തം കൊണ്ട് നടക്കുന്നില്ലല്ലോ, പ്രോമിസ് ഉണ്ടല്ലോ, നടക്കുന്നില്ലല്ലോ. കുഞ്ഞ്, ഇതെല്ലാം നിന്റെ തലയിൽ വെച്ചുകൊണ്ട് നടന്ന് നിനക്ക് എങ്ങനെ സ്പീഡ് ഉണ്ടാകും? ഈ ഭാരം ചുമക്കുന്നവർക്ക് സ്പീഡുണ്ടോ? ഒരു 10 കിലോ എടുത്ത് തല വെച്ചിട്ട് ഒന്ന് ഓടാൻ പറഞ്ഞാൽ പറ്റുമോ? ഈ സ്പീഡില്ലാത്തവരെല്ലാം എന്താ കാര്യം എന്നറിയാം? സ്പീഡില്ലാത്തവര് ഭാരം ചുമക്കുന്നവർ, അതാ അവർക്ക് സ്പീഡില്ലാത്ത. എടുത്തങ്ങ് കൊടുക്ക്, എന്നിട്ട് ഓട്. ഒന്ന് പറഞ്ഞ അടുത്തിരിക്കുന്ന എടുത്തങ്ങ് കളയ, എന്തിനാ ഇത് വെച്ചോണ്ടിരിക്കുന്നത്? ഞാൻ ഈ ചോദിക്കുന്നത്, ഈ ഇത്ര 3 വർഷമായി പിണങ്ങിയിരുന്നിട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഒരു ഗുണമില്ല. ഇത് വെച്ചാൽ വാക്തത്വങ്ങൾ നടക്കുമോ? പിന്നെന്താ ഇതിനെ ശ്രദ്ധിക്കാത്തത്? എന്താ ഈ കാര്യം നിലവിൽ ജീവിതത്തിൽ തുടർച്ചയായി ജീവിതത്തിൽ വന്നിട്ടും ഇതിനെ മൈൻഡ് ചെയ്യാതിരിക്കുന്ന എന്താ? അതും വെച്ചോണ്ട് നടക്കുന്ന ഒരു ജീവിതമാണോ ആത്മീയ ജീവിതം? എല്ലാരും എന്റെ മോന്തയ്ക്ക് പോലും നോക്കുന്നില്ല. അങ്ങനല്ല. ഇത് പിശാച് പറയാനൊന്നും കുഴപ്പമൊന്നുമില്ല. പിശാച് നിങ്ങളോട് വന്ന് പറയും, ഇതൊന്നും കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല, സാരമില്ല. നീ പിണങ്ങി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ മിണ്ടുന്നുണ്ടല്ലോ. ഉണ്ടോ? മിണ്ടുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ മനഃപൂർവ്വമായിട്ട് ക്ഷമിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ പറയാം, മനഃപൂർവ്വമായി ക്ഷമിക്കാൻ നമുക്ക് പറ്റത്തില്ല. സത്യ. ഇവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ സഹായം. നിന്നെ അത്രം വേദനപ്പെടുത്തിയ, നിന്നെ മുറിപ്പെടുത്തിയ ആ വ്യക്തിയോട് ഹൃദയംഗമായി ക്ഷമിക്കണമെങ്കിൽ നിന്റെ ഇച്ഛാശക്തി കൊണ്ട് കഴിയത്തില്ല. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ അത് കഴിയും. ഈ പകൽ ആരെങ്കിലും അത് ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ മേലേക്ക് ഇന്ന് പകലിൽ ആ നിയോഗം വീഴുകയാ. നിന്റെ മേലേക്ക് ആ ദൈവകൃപയുടെ ചലനം വെളിപ്പെട്ട് വരികയാ, യേശുവിന്റെ നാമത്തിൽ. നീ അത്ര നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ആമേൻ. നിനക്കെതിരെ അങ്ങനത്തെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. നിന്നെ ഒരു തെറ്റുകാരിയായി ചിത്രീകരിച്ചിട്ടുണ്ട്. ആമേൻ. 4 പേരുടെ മുന്നിൽ നിന്നെ അത്രയധികം അപമാനിച്ചിട്ടുണ്ട്.
പക്ഷേ ഈ പകൽ അവരോട് ക്ഷമിക്കാൻ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനത്രേ.